ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പിതാവേ മഹത്വം. ഹല്ലേലൂയ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവായ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ ഇപ്പോൾ ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകളും ഉത്കണ്ഠകളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ ഏറ്റവും താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ വചനം കേൾക്കുവാൻ ഹൃദയത്തെ പ്രത്യേകമായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം 7-ാം തിരുവചനം. പത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനം. വചനം പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമുക്ക് കർത്താവിൻ്റെ വചനം പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം ശ്രദ്ധയോടെ ശ്രവിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധയോടെ പദ്ധതികൾ തയ്യാറാക്കി ശ്രദ്ധയോടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വലിയൊരു അഭിഷേകം നമ്മളിപ്പോൾ സ്വീകരിക്കട്ടെ. വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ പദ്ധതികൾ ശ്രദ്ധയോടെ ഒരുക്കി ശ്രദ്ധയോടെ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ തീഷ്ണതയുള്ള വചനമാണ് നമ്മൾ കേൾക്കുന്നതെന്ന് ആദ്യമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ ഈ വചനം ആദ്യമേ നമ്മെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോഴാണ് കർത്താവിൻ്റെ ശ്രദ്ധയും പരിഗണനയും നമ്മുടെ ജീവിതങ്ങളിൽ വന്ന് നിറയുക. കുടുംബത്തോടെ ഈ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ സ്വീകരിക്കണം. എവിടെയായിരിക്കുന്നുവോ അവിടേക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഉത്കണ്ഠകൾ കർത്താവ് പരിപൂർണമായും ഇപ്പോൾ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കും. വചനം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് മക്കളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്കണ്ഠകൾ ഏറ്റെടുക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുക എന്നതാണ്. കർത്താവിന് അതിന് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണിത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. എന്താണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? വേറെ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഉത്കണ്ഠകൾ, ഭാരപ്പെടുന്ന മനസ്സിനെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക, കുടുംബത്തിലേക്ക് നോക്കുക. ഉത്കണ്ഠയോ ആകുലതയോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? ഒരു കൊച്ചു കുഞ്ഞിനെ നിങ്ങൾ ചോദിച്ചു നോക്കിയേ, ആ കുഞ്ഞിനും ചെറിയ ചെറിയ ഉത്കണ്ഠകളുണ്ട്. ചെറിയ ഉത്കണ്ഠയായിരിക്കും അത്. ഒരു 20 വയസ്സുള്ള ഒരാളോട് ചോദിച്ചു നോക്കിയേ, അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ഉത്കണ്ഠയുണ്ട്. ഒരു 45 വയസ്സുള്ള ഒരാളോട് ചോദിച്ചു നോക്കിയേ, അദ്ദേഹത്തിന് ഒരുപക്ഷെ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കാം, കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ഒരു ഉത്കണ്ഠയായിരിക്കാം. 60 വയസ്സായിട്ടുള്ള ആളോട് ചോദിച്ചു നോക്കിയേ, ഒരുപക്ഷെ രോഗത്തിൻ്റെ ഉത്കണ്ഠയായിരിക്കാം. 80 വയസ്സായിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കിയേ, മരണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ഉത്കണ്ഠയും ആകുലതയും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഉത്കണ്ഠയും ആകുലതയും. എല്ലാ മനുഷ്യന്മാർക്കും ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു കാര്യമാണ് ഉത്കണ്ഠ. ഈ ആകുലതയും ഉത്കണ്ഠയും എല്ലാ മനുഷ്യരിലും ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഇത് നീ ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവിന്.
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ആകുലത നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ഒരു അലക്ഷ്യമായിട്ട് അങ്ങനെ കൊടുക്കുക എന്നല്ല. പൂർണ്ണമായിട്ടും ഓരോന്ന് എണ്ണിപ്പെറുക്കി സൂക്ഷ്മതയോടെ ഈ ഉത്കണ്ഠകളെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കണം. രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി നീ ഒരു ആശുപത്രിയിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം? രോഗത്തെക്കുറിച്ചുള്ള എല്ലാ ഉത്കണ്ഠകളും നീ ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവിന്. വാസ്തവത്തിൽ നീ നിൻ്റെ ഉത്കണ്ഠ ഇതുവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ കയ്യിലാണ്, അല്ലെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്ന ആശുപത്രിയിൽ നിൽക്കുന്ന ആ കൂടെ സഹായിക്കാൻ നിൽക്കുന്ന ആളെയാണ് ഈ ഉത്കണ്ഠ ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നത്. അല്ലെ വീട്ടിൽ പൈസ തന്ന് സഹായിക്കുന്ന, അല്ലെ വേറെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്ന അവരെയൊക്കെ ഈ ഉത്കണ്ഠ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയല്ല, എല്ലാ ഉത്കണ്ഠകളും ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവിന്. ഏൽപ്പിച്ച് കർത്താവിന് കൊടുക്കുന്ന ഇതിന് വലിയൊരു വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്താണെന്നറിയോ? ഒരു ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരു ചെറിയൊരു ഡോട്ടാണത്. ഒരു ചെറിയൊരു ഉത്കണ്ഠയുടെ ആരംഭം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ഉത്കണ്ഠ നമ്മൾ അന്നേരം ഇപ്പോൾ കർത്താവിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ ഇതിനെ പൈശാചിക ശക്തി വളർത്തും. വലിയൊരു ഒരു 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 തകർച്ചയിലേക്ക് നയിക്കുന്ന രീതിയിൽ പൈശാചിക ശക്തി വളർത്തും. ഒരു വ്യക്തി ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇന്നങ്ങോട്ട് ആത്മഹത്യ ചെയ്തേക്കാം, അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും ഒരു വ്യക്തി എടുക്കില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി ഇങ്ങോട്ട് തീരുമാനം എടുക്കില്ല, ഇന്ന് ഉച്ചയ്ക്ക് പോയിട്ട് വിവാഹബന്ധം അങ്ങോട്ട് വേർപ്പെടുത്തിയേക്കാം, ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തേക്കാം, അങ്ങനെ ഒരു വ്യക്തിയും തീരുമാനം എടുക്കില്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു സമയത്ത് എടുക്കാനാവാത്തൊരു ചുമടിൻ്റെ ഒരംശം നിങ്ങളുടെ ജീവിതത്തിൽ കയറി വന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ഉത്കണ്ഠയെ വളർത്താൻ ശ്രമിച്ചു. ഈ ആകുലത വളർന്നു 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 വന്ന് വ്യക്തിയെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന ഒരു പ്രവണത. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. പൈശാചികമായ വലിയൊരു പ്രേരണ ഇതിലുണ്ട്. കർത്താവ് നിസ്സാരവൽക്കരിക്കുകയാണ് ഈ ഒരു കാര്യത്തെ. കർത്താവ് പറയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുവാൻ. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, ആകാശത്തിലെ പക്ഷികളെ നോക്കുക, അവയ്ക്ക് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നാലും കർത്താവ് അവയെ പോറ്റുന്നു എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠകൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ വലിയ വലിയ പദ്ധതികളൊന്നും തയ്യാറാക്കാൻ പോലും കഴിവില്ലാത്ത ഈ പക്ഷികളെ പോലും ദൈവം എത്ര മനോഹരമായിട്ട് പരിപാലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ജോലിയില്ലാത്ത സാഹചര്യം ആയിക്കോട്ടെ, സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, എല്ലാ ഉത്കണ്ഠയും ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിലേക്ക് ഈ ഉത്കണ്ഠകൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉത്കണ്ഠകൾ വന്ന് ആ വ്യക്തിയെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് ധാരാളം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സംഭവമുണ്ട്. അതിങ്ങനെയാണല്ലോ, പത്രോസും കൂട്ടരും എല്ലാവരും കടലിലാണ്. ഇവരിങ്ങനെ കടലിൽ നിൽക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇതാ വലിയൊരു തിരമാല വന്നു. നമുക്ക് ആ തിരമാലയുടെ ആ ഒരു കാറ്റും കോളും കണ്ട സമയത്ത് പത്രോസിൻ്റെ ഉള്ളിൽ ഒരു ഉത്കണ്ഠയുടെ ഒരാകുലതയുടെ ഒരു ഡോട്ട് വീണു. ഒരു ചെറിയൊരു ഡോട്ട് വീണു. പത്രോസ് എന്ത് ചെയ്തു? അതങ്ങോട്ട് ചെറുതായിട്ട് വക വെച്ചില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വലിയ കാറ്റായി, ആകുലത വളർന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ തിരമാല അടിച്ചു കയറാൻ തുടങ്ങി. അവൻ പരിശ്രമിച്ചു. ആകുലതയുടെ മധ്യത്തിൽ ഇവൻ അധ്വാനിച്ചു. ഏറ്റവും വലിയ തിന്മ പ്രിയപ്പെട്ടവരെ, അതൊരു തിന്മയുടെ ശക്തിയാണത്. നമ്മൾ ചിന്തിക്കും തിരമാല അടിച്ചു കയറി, അങ്ങനെയല്ല. ഇത് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാവോ? ഒരു ഉത്കണ്ഠ വന്നപ്പോൾ ഉത്കണ്ഠയെ ഇദ്ദേഹം മറികടക്കാൻ വേണ്ടി സ്വന്തം അധ്വാനിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, എത്ര മാതാപിതാക്കന്മാർ ചെറിയ ചെറിയ ഉത്കണ്ഠകൾ തുടങ്ങി ഇതിനെ മറികടക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു. പത്രോസ് ചെയ്ത കാര്യം, ആകുലത വെച്ചുകൊണ്ട് അവൻ ജീവിതത്തെ അധ്വാനിച്ചു. അല്ല പ്രിയപ്പെട്ടവരെ, തൊട്ടപ്പുറത്ത് യേശുവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ആകുലതയുടെ ഒരു ചെറിയ അംശം കയറി വന്നപ്പോൾ കർത്താവിനെ വിളിച്ചില്ലല്ലോ. എല്ലാം ആകുലത കൂടിക്കൂടി വന്ന് ഇതാ മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ പത്രോസ് വിളിച്ചു പറയാ, പത്രോസ്, കർത്താവെ നീ കാണുന്നില്ലേ, ഞങ്ങൾ മരിക്കാറായി. കൃത്യവും പറയണത്, ഞങ്ങൾ മരിക്കാറായി. അതൊരു സത്യം പോലെ അവൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിക്കാറായിട്ടുണ്ടെങ്കിൽ ചിന്തിക്കണം, ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു ഉത്കണ്ഠ വന്നപ്പോൾ നിങ്ങൾ അതിനെ വളർത്തി, എന്നിട്ട് അതിനോട് ചേർന്ന് നിങ്ങൾ അധ്വാനിച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പ്രിയപ്പെട്ടവരെ. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ വരുമ്പോൾ ആകുലത വെച്ചല്ല അധ്വാനിക്കേണ്ടത്. മക്കളെ കൂട്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പോയി 1 മണിക്കൂർ ദിവ്യകാരണത്തിന് മുമ്പിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ആകുലതയുടെ ചെറിയൊരു കാര്യം മക്കൾ ചെയ്യുമ്പോൾ ആ മക്കളെ കൂട്ടി വിളിച്ചിരുത്തി നിർബന്ധമായിട്ടും ഒരു കൊന്ത നമ്മൾ ചൊല്ലണം. കുടുംബത്തിൽ വൈകുന്നേരം എല്ലാ ദിവസവും 20 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന വ്യക്തി 30 മിനിറ്റ് പ്രാർത്ഥിക്കണം. ആകുലത എവിടെ തുടങ്ങുന്നോ, ദുഃഖത്തിൻ്റെ തകർച്ചയുടെ ഒരു ഡോട്ട് പിശാചുകൊണ്ട് നിങ്ങൾക്ക് തരുന്നോ, ആ സമയത്ത് തീക്ഷ്ണതയോടെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ ആകുലത ഏറ്റെടുക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ? കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. എല്ലാ ആകുലതയും ഏറ്റെടുക്കാൻ കാൽവരി കുരിശിന് ശക്തിയുണ്ടെന്ന് നിങ്ങൾ എന്തേ മനസ്സിലാക്കാത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഈ ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞപ്പോൾ എത്ര ആകുലത ഉണ്ടാവും? നിങ്ങളെ ഒരു വ്യക്തി തള്ളിക്കളഞ്ഞാൽ ആകുലപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു. ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞപ്പോൾ ഇത് മുഴുവൻ
ഭാരം മുഴുവൻ ഏറ്റെടുത്ത കർത്താവ് കുരിശെടുത്ത് കാൽവരി മലയിൽ പോയി ദൈവപുത്രൻ മരിച്ചു. ഇത്രയും വലിയൊരു സ്ഥാനം ഏറ്റെടുത്തത് നമ്മുടെ ആകുലതകളും ദുഃഖങ്ങളും ഏറ്റെടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ആകുലതകൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കൊരു കാൽവരി കുരിശുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ആകുലതകൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കുരിശുണ്ടെങ്കിൽ ഇന്ന് ആകുലതകൾ നീ ആരെയാണ് ഏൽപ്പിക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 91 സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ അവൻ കരങ്ങളിൽ വഹിച്ചുകൊള്ളുമെന്ന്. 103 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും നീ മറക്കരുത്. ആകുലതയുടെ സമയത്ത് അനുഗ്രഹത്തെ ഓർത്ത് സ്തുതിക്കുക. 23 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് എന്താണ്? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. യോഹന്നാൻ സുവിശേഷം 1:5 പറയുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇന്നത്തെ നിന്റെ ഇരുളിൻ്റെ കാരണം അതിനെ കീഴടക്കുന്ന ആ പ്രകാശത്തിലേക്ക് നിന്റെ ആകുലത നീ സമർപ്പിച്ചില്ല. സഹോദര സഹോദരി, വേദനിക്കുന്ന മനസ്സുമായി, രോഗത്തിൻ്റെ വേദനയുമായി, കുടുംബത്തിലെ പ്രാരാബ്ധവുമായി നീ ഇപ്പോൾ വളർന്ന് മുന്നോട്ട് നീ ചിന്തിച്ചു കൊള്ളുക. നിന്റെ ആകുലതയെ ഏൽപ്പിക്കേണ്ട വ്യക്തിയെ നീ ഏൽപ്പിച്ചിട്ടില്ല. ഇന്നെന്ത് സംഭവിച്ചാലും നിന്റെ ആകുലത കർത്താവിനെ നീ ഏൽപ്പിക്കണം. വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിക്കണം. നിനക്ക് കർത്താവിന് കുറച്ച് സന്ദേശങ്ങൾ നിനക്ക് തരാനുണ്ട്. വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിച്ച് വലിയൊരു അഭിഷേകത്തിലേക്ക് സ്വീകരിക്കണം. ആകുലപ്പെട്ട ജീവിതത്തെ തള്ളി നീക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം പഴയ കഥയാണത്. ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്കൊരു വിലയുണ്ടെങ്കിൽ ദൈവം നിൻ്റെ ആകുലതയിൽ നിന്ന് ഏറ്റെടുക്കും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമുക്കൊരു ആകുലത ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? തൊട്ടടുത്ത സമയം മൊബൈൽ ഫോൺ എടുത്തിട്ട് കൂട്ടുകാരെ വിളിക്കും. തൊട്ടടുത്ത സമയം വാട്സപ്പിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കും ഗ്രൂപ്പിലോട്ട്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളോട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. ആത്യന്തികമായിട്ട് ഇവരൊന്നും നമ്മളെ വഴി നയിക്കില്ലെന്നുള്ളതാണ്. ചില വ്യക്തികൾ എന്താണെന്ന് അറിയാമോ? ആകുലത ഉണ്ടാകുമ്പോൾ നേരെ പോയിട്ട് ഒരു 3-4 സിഗരറ്റ് അടുപ്പിച്ച് അങ്ങോട്ട് വലിക്കും. അപ്പോൾ ഈ ആകുലതയിൽ നിന്ന് മോചനം നേടിയെന്നാണ് പറയുന്നത്. അടുത്ത ആകുലത വരുമ്പോൾ 8 സിഗരറ്റ് വലിക്കണം എന്ന് ഈ മനുഷ്യൻ ഓർക്കണില്ല. ആ ആകുലത ഒന്ന് ഓവർകം ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത വേറൊരു ആകുലത വരുന്നു. ആ ആകുലത മാറ്റാൻ 16 സിഗരറ്റ് വലിക്കണം. ഇത് നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകാൻ പല കാര്യങ്ങൾ ലോകം നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ തിന്മയുടെ ശക്തിയെ നമ്മൾ മറികടന്നേ മതിയാവും. ഈ ആകുലതയും വേദനയും വെച്ചുകൊണ്ട് തിന്മയുടെ ശക്തിക്കൊപ്പം അല്ല നമ്മൾ നീങ്ങേണ്ടത്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുവിൻ. ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കർത്താവ് കൂടെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് നിങ്ങൾ സംസാരിക്കുവിൻ, നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശിഷ്യന്മാരെല്ലാവരും ഇങ്ങനെ വചനപ്രഘോഷണമൊക്കെ നടത്തുമ്പോൾ ഒരുപക്ഷെ ഇവരെല്ലാവരും കൂടെ സിനഗോഗ് അധികാരികളും എല്ലാ ആൾക്കാരും കൂടെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൊല്ലാനൊക്കെ കൊണ്ടുപോകും. കർത്താവിൻ്റെ വചനം പറയുന്നറിയോ? ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് നിങ്ങൾ സംസാരിക്കുവിൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ സെക്കൻഡിൽ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്ന് കർത്താവ് പറയുക. എന്ന് പറഞ്ഞാൽ അവസാന സെക്കൻഡിൽ പോലും പരിശുദ്ധാത്മാവിന് ഇടപെടാൻ പറ്റും. എപ്പോഴും പരിശുദ്ധാത്മാവിനോട് ഇടപെടാൻ പറ്റും. എത്ര ശത്രുവാണെങ്കിലും നിന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആളാണെങ്കിലും ആ സമയത്ത് ഒരു കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും. നോക്കിയേ, ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ മുന്നോട്ട് നീങ്ങുക. കർത്താവ് പറഞ്ഞ ശിഷ്യന്മാരുടേതാണ്, നിന്റെ ആകുലത വിഷമങ്ങൾ നിന്നേക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാം. ഇതങ്ങോട്ട് ഏൽപ്പിച്ച് തന്നിട്ട് നീ എങ്ങോട്ടെന്ന് വെച്ചാൽ പോയിക്കോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് നിങ്ങൾ സംസാരിക്കുവിൻ. നിങ്ങളല്ല ആകുലത ഏൽപ്പിച്ചു തന്നാൽ നിന്റെ ഉള്ളിൽ കർത്താവ് വന്നു. ആകുലത കർത്താവിന്, ആ കുടുംബത്തിൻ്റെ ആകുലത ദുഃഖങ്ങൾ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്താൽ ആ കുടുംബത്തിൽ കർത്താവ് വന്നു. എന്തിനു പറയാ? നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക, നീയല്ല ദൈവമായിരിക്കും പ്രവർത്തിക്കുക, നീയല്ല നിന്നിലൂടെ വലിയ കാര്യങ്ങൾ കർത്താവിൻ്റെ ശക്തിയായിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ചും ഉത്കണ്ഠപ്പെട്ട് ജീവിതത്തിൽ ആകുലത വളർത്തി 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 മരണത്തിൻ്റെ വാക്കിലെത്തരുത്. മരണത്തിൻ്റെ വാക്കിലെത്തുമ്പോൾ പിശാച് നിന്നെ നോക്കി ചിരിക്കുമ്പോൾ ദൈവം നിന്നെ നോക്കി കരയുന്നു. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ വ്യക്തമായും തിരിച്ചറിയേണ്ട ഒരു കാര്യം, എല്ലാ ആകുലതകളെയും കർത്താവിന് സമർപ്പിക്കുക. ആകുലതയുടെ മധ്യത്തിൽ അതിനെ വളർത്താൻ നീ അനുവദിക്കരുത്. ഒരു ദുശീലങ്ങളിൽ പോയിപ്പെട്ട് ആ ആകുലതയിൽ നിന്ന് ഒരു മുക്തി നേടാൻ നീ പരിശ്രമിക്കരുത്. ലോകം പറഞ്ഞു വരുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, പല ഐഡിയോളജികളുണ്ടല്ലോ. ഈ ആശയങ്ങളെല്ലാം തലയിൽ കുത്തി നിറച്ച് ഇതിൽ നിന്ന് മുക്തി നേടാം എന്ന് വിചാരിക്കുമ്പോൾ വെറും മൗഢ്യമാണ് ചിന്തിക്കുക. കർത്താവിൻ്റെ ആത്മാവിനെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്താ അതിനർത്ഥം? കർത്താവിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലൊക്കെ ഒരു എന്തോരം മനോഹരമായ രൂപമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആട്ടിടയനെ കുറിച്ച് പറയുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വചനം മുതൽ അതൊന്ന് വായിക്കുന്നതും അതെല്ലാ ദിവസവും ഒന്ന് കുടുംബത്തിൽ വായിക്കുന്നതൊക്കെ നല്ലതാണ്. ഇങ്ങനെ പറയണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു, വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയിലാണ്, കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു,
ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. നോക്കിയേ, ഒരു ഇടയനെ പോലെ എന്തോ ഒരു ശ്രദ്ധയ കർത്താവിനെ നമ്മുടെ മുമ്പിൽ കർത്താവ് നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ചിന്തിക്കരുത് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ നീ ഒറ്റയ്ക്കാണ് ചിന്തിക്കരുത്. ഒരു വിശ്വാസം വരണമെന്നേ, നമുക്കൊരു വിശ്വാസം വരണം. എൻ്റെ മുമ്പിൽ കർത്താവ് നടക്കുന്നുണ്ട്. നമുക്കതൊരു വലിയ വിശ്വാസവും ശക്തിയാണ്. ജപമാല കയ്യിലുള്ളിടത്തോളം കാലം ഈ മാതാവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നേ. ഈ വിശുദ്ധന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ എന്താ നുണയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെയല്ല, വലിയ സാന്നിധ്യം. ഇതൊരു സത്യമാണ്. വിശുദ്ധരായിട്ടുള്ള മനുഷ്യർ അവരുടെ ജീവിതത്തിന് അനുഭവങ്ങളിൽ നിന്ന് എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ സമയത്തുണ്ടായിരുന്നു. ഒരു പ്രത്യേക സന്ദേശം എനിക്ക് ലഭിച്ചു. ഇതൊക്കെ ഒരു സത്യമാണ്. വിശുദ്ധരുടെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കണം. ഒരുപാട് ആകൃതികളൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മൾ ഒരു നല്ല ഇടയനായിട്ടൊക്കെ നമ്മൾ കണ്ടു തുടങ്ങണം. കുടുംബത്തിൻ്റെ ഇടയൻ നിൻ്റെ പൈസയല്ല. കുടുംബത്തിൻ്റെ ഇടയൻ ഏറ്റവും നല്ല ഡോക്ടറല്ല. കുടുംബത്തിൻ്റെ ഇടയൻ ഏറ്റവും നല്ല പൊളിറ്റീഷ്യൻ അല്ല. കുടുംബത്തിൻ്റെ ഇടയൻ കർത്താവാണ്. കർത്താവ് മുമ്പിൽ നടക്കുന്നത്, കർത്താവ് പുറകിൽ നടന്നിട്ട് മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞത്. കർത്താവ് മുന്നിലാണ് നടക്കുന്നത്. കർത്താവിനെ നോക്കിയാൽ മാത്രം മതി, എല്ലാ ആകുലതകളും മാറിക്കോളും. വചനം പറയുന്നു, അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. സഹോദര സഹോദരി, ആകുലതകളുള്ളപ്പോൾ നീ അന്ധകാരത്തിലേക്ക് വീണു പോകും. കർത്താവിനെ നോക്കിയാൽ പ്രകാശം കൊണ്ട് നിറയും. ഏത് കുഴിയിൽ നിന്നും നിന്നെ കരകയറ്റാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ടാണല്ലോ യെശയ്യാപ്രവാചകനിലൂടെ കർത്താവ് പറയണത്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവിൻ്റെ വചനം നിൻ്റെ ഉള്ളിലുണ്ട്. ആകുലതപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കർത്താവിൻ്റെ വചനം വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. മർത്തായോട് മറിയത്തോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് യേശു, വിശ്വസിച്ചാൽ ദൈവമഹത്വം നീ കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആകുലപ്പെട്ട് അന്ധകാരത്തിൽ നിന്ന് വീണ്ടും വീണ്ടും കുഴിയിലേക്ക് പോകുന്ന സഹോദര സഹോദരി, നീ ഒന്ന് വിശ്വസിച്ചാൽ മഹത്വം കാണും. എവിടെ മഹത്വം കാണും? നിൻ്റെ മുമ്പിൽ നിൻ്റെ മഹത്വം കാണും. കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മുമ്പിൽ പ്രശോഭിക്കും. എന്തെന്നറിയോ, ഇസ്രായേൽക്കാർ 40 വർഷക്കാലം പ്രിയപ്പെട്ടവരെ എന്തോരോ ആകുലതകൾ അവർക്കുണ്ടായിരുന്നു. അവർ പോയ വഴികളെക്കുറിച്ചൊക്കെ നമ്മളൊരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പലതരത്തിലുള്ള ട്രൈബ്, പലതരത്തിലുള്ള ആളുകൾ ആക്രമിക്കാൻ വരുന്നു. ഇവരുടെ കയ്യിൽ വലിയ മാരകായുധങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ ആശ്രയിച്ചപ്പോൾ 40 വർഷവും കർത്താവ് ഇവരെ വഴി നയിച്ചു. കാനാൻ ദേശത്തൊക്കെ എത്തിപ്പെട്ടിട്ട് അവരാ ദേശം വിഭജിക്കുന്നത് നമ്മൾ കാണണം. ഈ ട്രൈബിന് ഇന്നത്, മനാസയ്ക്ക് ഇന്നത്, ഇവർക്ക് ഇന്നത്, ജൂദായ്ക്ക് ഇങ്ങനെ ഓരോന്ന് തിരിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ പദ്ധതികൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ച് ജോഷോ കൊടുക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് നയിക്കുന്നത്. അവിടെ ആ ഒരു പ്രദേശത്ത്, ഈ ഒരു പ്രദേശം അവർക്ക് വേണ്ടി കർത്താവ് അത് ക്രമീകരിച്ച് വെച്ചതാ. ഇവർ എത്ര വർഷക്കാലം ആകുലപ്പെട്ട് നടന്നു. എന്നിട്ട് എവിടെ എത്തി? കർത്താവിൻ്റെ കൃപയുടെ കീഴിലെത്തി. ആകുലപ്പെടുന്ന വ്യക്തി കർത്താവിൻ്റെ കൃപയുടെ കീഴിലെത്തില്ല. ആകുലപ്പെടുന്ന വ്യക്തി കർത്താവ് നൽകുന്ന ദേശം സ്വന്തമാക്കില്ല. മനസ്സിൽ ദുഃഖം മാത്രം തളം കെട്ടി എന്നും ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തി ഒരിക്കലും ദൈവത്തെ അവൻ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് മഗ്ദലന മറിയത്തോട് പറഞ്ഞത്, മറിയം നീ എന്തിനാണ് കരയുന്നത്? കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനെ കാണാൻ പറ്റിയില്ല മഗ്ദലന മറിയത്തിന്. കർത്താവ് നേരിട്ട് മുന്നിൽ വന്നപ്പോൾ അവൾ വിചാരിച്ചത് ഒരു തോട്ടക്കാരനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാത്ത ദുഃഖം, ആവശ്യമില്ലാത്ത ആകുലത കർത്താവിനെ കാണുന്നതിൽ നിന്ന് നമ്മളെ തടയും. അതുകൊണ്ട് പൂർണ്ണമായും വിശ്വസിക്കുക. കരഞ്ഞ് കണ്ണുനീരുമായിട്ട് നീ ജീവിക്കുന്നെങ്കിൽ കർത്താവിനെ ഇന്ന് നീ കാണണം. ആകുലതകളെ ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവിലേക്ക്. അങ്ങനെ കർത്താവിലേക്ക് ആകുലതകൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത്ഭുതകരമായിട്ട് കർത്താവ് നിന്നെ വഴി നടത്തുന്ന ഓരോ അനുഭവവും നിനക്ക് കാണാൻ സാധിക്കും. എത്രയോ മനുഷ്യരെന്ന് പറയപ്പെട്ടവരെ ആകുലതകൾ മൂലം ജീവിച്ച് ശരീരത്തിൽ പാപം ചെയ്യുന്നു, കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു. ഇതിനൊക്കെ പിശാചിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ആകുലതകളെ മറ്റൊരു വ്യക്തിയിൽ ഏൽപ്പിക്കാതെ, കുടുംബത്തിൻ്റെ ആകുലതകളെ മറ്റു പല ദുശീലങ്ങളിലേക്ക് ഏൽപ്പിക്കാതെ, കുടുംബത്തിൻ്റെ ആകുലതകളെ മറ്റു പല ആശയങ്ങളിലേക്ക് ഏൽപ്പിക്കാതെ നിനക്ക് വേണ്ടി മരിച്ച ഒരു കർത്താവിനെ നീ ഏൽപ്പിക്കണം. ശാന്തമായിട്ടൊരു 10 മിനിറ്റൊക്കെ കർത്താവിന് മുമ്പിൽ ഇന്നിരിക്കുക. മനസ്സ് കടൽത്തിര പോലെ ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രകമ്പനം കൊള്ളുമ്പോൾ നീ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ശാന്തമായിട്ടൊരു 10 മിനിറ്റ് ഇരിക്കുക. നിനക്കതിൻ്റെ വ്യത്യാസം അത് കഴിയുമ്പോൾ അനുഭവിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കാനായിലെ വിവാഹ വിരുന്നിൽ അത്രയും വലിയൊരു പ്രതിസന്ധി അവർ നേരിട്ടപ്പോൾ, എത്രയോ വലിയൊരു പ്രതിസന്ധി, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? കർത്താവ് ഒന്ന് വന്നതേ ഉള്ളൂ. അവിടെ എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമായി. 5 കൽഭരണികൾ കാലിയായെങ്കിൽ നിൻ്റെ വീട്ടിൽ നിന്ന് 50 കൽഭരണികൾ കാലിയായിട്ടിരിപ്പുണ്ടാകാം. ഒരു ഭരണിയിലും വെള്ളവുമില്ല, ഒരു ഭരണിയിലും പ്രതീക്ഷയുമില്ല. കർത്താവിനെ വിളിക്കണം പ്രിയപ്പെട്ട സഹോദര സഹോദരി. എല്ലാ ഒഴിഞ്ഞു കിടക്കുന്ന ഭരണികളിലേക്കും കർത്താവെ നീ നോക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ഇന്ന് നീ നിൻ്റെ കുടുംബത്തെ സമർപ്പിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. ഒഴിഞ്ഞ ഭരണികൾ
കർത്താവിനെ നീ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ടൊരു കൊന്ത അങ്ങോട്ട് ചൊല്ലുക. മാതാവ് പ്രാർത്ഥിക്കും, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. വചനം പറയുന്നു, ഇന്ന് വരെ കാണാത്ത വീഞ്ഞ് അവർ കണ്ടു, ഇന്ന് വരെ കാണാത്ത അത്ഭുതം നീ കാണും, ഇന്ന് വരെ വൈദ്യശാസ്ത്രം പറയാത്ത രോഗസൗഖ്യം നീ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. രോഗത്തെ ഓർത്ത് കരയാതെ കർത്താവിന് നീ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം സ്നേഹത്തോടെ ദൈവം വരുന്നതെന്ന് നീ അറിയണം. ധൂർത്തപുത്രനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മകന് വാസ്തവത്തിൽ എത്രത്തോളം ഉത്കണ്ഠ ഉണ്ടാകണം അറിയോ? കാരണം സ്വന്തം അപ്പനെ ധിക്കരിച്ച് ദൂരദേശത്ത് ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്പത്ത് ചോദിച്ച മകൻ, യഹൂദ നിയമം അനുസരിച്ച് അപ്പൻ മരിച്ചിട്ടേ സമ്പത്ത് വിഭജിക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ, അപ്പൻ ജീവിക്കുമ്പോൾ തന്നെ പറയുകയാണ് നീ മരിച്ചതിന് തുല്യം. എന്നിട്ട് ഈ മകൻ എവിടേക്കാണ് പോയത് പ്രിയപ്പെട്ടവരെ? ഈ മകൻ പോയിട്ട് പന്നികളുടെ കൂടെ കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ, ഒരു യഹൂദനെ സംബന്ധിച്ച് ഒരു പന്നി എന്ന് പറയുന്നത് ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ഒരു ജീവിയാണ്, ഒരു മൃഗമാണ്. അപ്പോൾ ഈ പന്നിയുടെ കൂടെ ഒരു യഹൂദനായിട്ടുള്ള ഈ മകൻ പോയി കിടന്നുറങ്ങി, എല്ലാ സ്വത്തുക്കളും നശിപ്പിച്ചു. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇതിൽ കൂടുതൽ എന്താ ആകുലപ്പെടാനാണ്? ഇങ്ങനെ ഇത്രയും ആകുലം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അപ്പനെ ഒന്ന് ഫേസ് ചെയ്യും? അപ്പൻ്റെ അടുത്ത് എങ്ങനെ പോവും? വീട്ടിൽ എന്ത് ചെന്ന് പറയും? ഒന്നും പറയുന്നില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉത്കണ്ഠകൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. എഴുന്നേറ്റ നിമിഷം അവൻ്റെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിച്ചു, അവൻ്റെ അപ്പനെ ഏൽപ്പിച്ചു. എന്നിട്ട് അവൻ്റെ ഒരു ഓട്ടമാണ്. ഓടി വീട്ടിൽ ചെന്നപ്പോൾ നമ്മൾ നോക്കിയേ, പന്നിക്കൂട്ടിൽ വെച്ച് അവൻ്റെ ഉത്കണ്ഠകൾ അവൻ്റെ പിതാവിലേക്ക് അവൻ ഏൽപ്പിച്ചപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഓടി വരുന്ന ഒരു പിതാവിനെ അവൻ കണ്ടു. അന്ന് വരെ കാണാത്ത ഒരു പിതാവിനെ അന്ന് അവൻ കണ്ടു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഏത് പന്നിക്കുഴിയിലായിക്കൊള്ളട്ടെ, നീ ഏത് തടസ്സങ്ങളുടെ മധ്യ ആയിക്കൊള്ളട്ടെ, നീ ഏത് ഊരാകുടുക്കിൽ പെട്ടിരിക്കുകയായിക്കൊള്ളട്ടെ, നീ അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. ശക്തമായിട്ട് ആത്മാവിൻ്റെ ഇടപെടലിന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കുക. അഗ്നിയായി വന്ന പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ എന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ജീവിതത്തിൽ കാണാൻ നീ പ്രാർത്ഥിക്കുക. ഇതാ ദൈവം നിനക്ക് വേണ്ടി ഓടി വരുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് കടന്നു വരുന്നു. കർത്താവിൻ്റെ ഒരു അഭിഷേകം എപ്പോഴും നിന്റെ ജീവിതത്തിൽ വിടാതെ നിന്നെ പിന്തുടരും. ഒരു കാര്യം മാത്രം കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ, നീ നിന്റെ ദൈവത്തെ നിന്റെ ഉത്കണ്ഠകളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് പറഞ്ഞൊരു വചനമുണ്ടല്ലോ, സോളമൻ എത്രത്തോളം മഹത്വമുണ്ടോ അതിനേക്കാൾ മഹത്വം ഒരു പുല്ലിന് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ? ഈ പുല്ലിന് 100% ദൈവത്തിൻ്റെ പരിപാലനയുണ്ട്. സോളമൻ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ അവൻ്റെ ബുദ്ധിയെ ആശ്രയിച്ചു, അങ്ങനെ അവൻ പതറി വീണു എന്ന് പറഞ്ഞാൽ, ഇടയ്ക്കൊക്കെ എപ്പോഴേലൊക്കെ ബുദ്ധിയെ ആശ്രയിച്ചിട്ടുള്ള മനുഷ്യനാകാം. കർത്താവ് പറയുന്നു, സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു പരിപാലനയും ദൈവത്തിൻ്റെ ഇടപെടലും നിനക്ക് ജീവിതത്തിൽ ഒരുപക്ഷെ അനുഭവിക്കുവാൻ സാധ്യമല്ലാത്തതായിട്ട് മാറിയെന്ന് വരാം. ഒരു കാര്യത്തെ ഓർത്തും ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ വചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. നിന്റെ ശരീരത്തിലെ ഓരോ രോഗവും കർത്താവ് അറിയുന്നു. നിന്റെ സാമ്പത്തിക തകർച്ചയുടെ ഓരോ നിമിഷവും കർത്താവ് അറിയുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവിലേക്ക് കൂടുതൽ നീ അടുക്കുക. കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു, മർക്കോസ് 12:27, അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിക്കുന്നവരുടെ ദൈവമാണെങ്കിൽ ജീവിത പ്രതിസന്ധിയുടെയും ദൈവമാണവൻ. ജീവിത പ്രതിസന്ധിയിൽ രക്ഷിക്കുന്ന ദൈവമാണവൻ. അതുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകുലതപ്പെട്ട് ജീവിച്ചാൽ രക്ഷ പ്രാപിക്കാൻ വലിയ പാടാണ്. ആകുലതകൾ ഏൽപ്പിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അതുകൊണ്ട് കുറേ കാലമായിട്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇന്ന് നീ കുടുംബത്തിൻ്റെ ഭാഗമായി മാറി കുടുംബ പ്രാർത്ഥനയിൽ നിന്റെ ഉത്കണ്ഠകൾ പൂർണ്ണമായും ഏൽപ്പിക്കേണ്ട ദിവസം. കർത്താവിൻ്റെ ആലയത്തിൽ പോയി വിശുദ്ധ കുർബാന കുറേ നാളായിട്ട് മുടങ്ങിക്കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നാളെ രാവിലെ നീ എഴുന്നേറ്റ് പോയി വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും ഉണ്ടാകട്ടെ. ഉത്കണ്ഠ മൂലം കർത്താവിന് പറയുന്നത്, ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദൈർഘ്യം നിനക്ക് 1 മുഴമെങ്കിലും വർദ്ധിപ്പിക്കാൻ പറ്റുമോ? എന്തൊരു ചോദ്യം അത്! ഉത്കണ്ഠ മൂലം ആയുസ് 1 സെക്കൻഡെങ്കിലും നിനക്ക് കൂട്ടാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആയുസ് തന്ന ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നിൻ്റെ ഉത്കണ്ഠയെ സമർപ്പിക്കുമ്പോൾ ദൈവം നിന്നെ വഴി നടത്തുന്ന വലിയ സ്നേഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ആ ഒരു അനുഗ്രഹവും അഭിഷേകവും നിനക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലാസറിൻ്റെ ആ ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞത്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. നിൻ്റെ ഈ ആകുലത മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. സഹോദര സഹോദരി,
ഇന്നോർക്കുക, നിൻ്റെ ഈ ദുഃഖം, നിൻ്റെ ഈ തകർച്ച, നിൻ്റെ ഈ ആകുലത മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. ദൈവം നിന്നെ രക്ഷിക്കും, ദൈവം നിന്നെ ഏറ്റെടുക്കും. കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. വലിയൊരു അഭിഷേകം നിറയട്ടെ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധാത്മാവായ ദൈവം ഏറ്റെടുത്ത് വഴി നടത്തി സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.